ആലുവയിൽ 5 വയസ്സുകാരിയെ കൊന്ന് തൂക്കാൻ വിധിച്ചു കിടക്കുന്ന പ്രതിയുടെ തലയ്ക്കടിയേറ്റു. വിയ്യൂർ സെൻട്രൽ ജയിലിലാണ് ഈ സംഭവം ഉണ്ടായത്. അസ്വാ കാലത്തിനെ നമുക്കറിയാം. 30 വയസ്സുകാരനായ ആ വ്യക്തി ആലുവയില് 5 വയസ്സുകാരിയെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊന്നു. ആ പെൺകുട്ടിയെ കൊന്ന ശേഷം അവിടുത്തെയുള്ള ചില കുഴികളിനകത്ത് ചവിട്ടിത്താഴ്ത്തി കല്ലുകൾ കയറ്റിവെച്ചു. അത്ര ക്രൂരമായ രീതിയിൽ ഒരു കൊച്ചിനെ കൊന്നിട്ട് അതിനെ തെളിവ് നശിപ്പിക്കാത്ത രീതിയിൽ ആ ബോഡി മറവ് ചെയ്ത് നമ്മൾ കണ്ടു. ആലുവയിലെ മാലിന്യ കൂമ്പാരങ്ങളുടെ മറവിലെ പിന്നിലാണ് ഈ കൊലകൃത്യം അരങ്ങേറിയത്. അസ്വാകാലം എന്ന് പറയുന്ന ആള് അയാൾ താമസിക്കുന്ന വീടിന്റെ അടുത്ത അത് ഒരു സുഹൃത്തിന്റെ 5 വയസ്സുകാരിയെ ജ്യൂസ് കൊടുക്കാമെന്ന് പ്രലോഭിപ്പിച്ച് അവിടുന്ന് കടത്തിക്കൊണ്ടുപോയി. ആ കുട്ടിയെ ആലുവയിലെ മാലിന്യ കൂമ്പാരത്തിന്റെ പിന്നിലുള്ള ഒരു മതിലിനോട് ചേർന്ന് ആ കുട്ടിയെ കൊണ്ടുപോയി അതിനെ ലഹരി കൊടുത്തു, അല്ലെങ്കിൽ ജ്യൂസ് കൊടുത്തു. ആ കുട്ടി ജ്യൂസ് കൊടുക്കാമെന്ന് പറഞ്ഞു അതിനെ വിളിച്ചുകൊണ്ട് പോയപ്പം ജ്യൂസ് കൊടുത്തത് അത് ലിക്കറായിരുന്നു എന്ന് മനസ്സിലാവുന്നു. ആ കുട്ടി അബോധാവസ്ഥയിലായി. അതിനുശേഷം അതിനെ ക്രൂരമായി റേപ്പ് ചെയ്ത് കൊന്ന് അതിനുശേഷം എൻ്റെ തല ഈ മുഖവും കല്ലുകൊണ്ട് ഇടിച്ച് വികൃതമാക്കി. ആ കുട്ടിയുടെ ധരിച്ചിരുന്ന ബനിയൻ തുണിയിലുള്ള ആ ടീഷർട്ട് എടുത്ത് കഴുത്ത് മുറുക്കി. അതിഭീകര ക്രൂരമായ ഒരു കൊലപാതകമാണ് കേരളം കണ്ടത്. കേരളം നെട്ടിച്ചരിച്ചു പോയി. കാരണം മനുഷ്യന് ഇത്ര ക്രൂരനാകാൻ കഴിയുമോ? അത് അസ്വാ കാലത്തിനെ കോടതിയിലെ ഏകദേശം 16 വകുപ്പുകൾ ചേർത്ത് കുറ്റചാർജ് ഹാജരാക്കി. ആ കോടതിയിലെ അതിനെ കൃത്യമായ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ഓഫീസർമാർ എവിഡൻസുകളും വിറ്റ്നസ്സുകളും നിരത്തി ഇയാൾക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് തൂക്കാൻ കോടതി വിധിക്കുകയും ചെയ്തു. തലയിലെ ഇപ്പോൾ അദ്ദേഹത്തിന് 3-4 സ്റ്റിച്ചിട്ടു. വിയ്യൂർ ജയിലിലെ അയാളുടെ കൂടെയുള്ള തടവുകാരൻ അയാളുമായിട്ട് വഴക്കുണ്ടായി. അതിനുശേഷം അസ്വാകാലത്തിന്റെ തലയുടെ പിന്നിൽ അയാൾ ഏതോ ചുറ്റിക ഏതോ ഒരു കയ്യിലോ അല്ലെങ്കിൽ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു തവിയോ കൊണ്ട് ആഞ്ഞടിച്ച് 3-4-5 സ്റ്റിച്ച് അയാളുടെ തലയുടെ പിന്നിലുണ്ട്. മുഖം അയാളുടെ ഈ ഒരു പരിക്കേറ്റെന്ന് പറഞ്ഞ അയാളെ ഹോസ്പിറ്റലിലാക്കി. അയാളുടെ മൊഴി പകർത്തി സഹതടവുകാരനെതിരായിട്ട് ഒരു കേസ് ഇപ്പം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തൂക്കാൻ വിധിച്ചു കിടക്കുന്ന ഒരു പ്രതിയാണ് ഇയാള്. അയാളുടെ ഇനി അപ്പീൽ പോകും. അതിനുശേഷമേ ആ തൂക്ക് നടപ്പാക്കുകയുള്ളൂ. എന്തായാലും അസ്വാഖ് ആലത്തിന്റെ ഈ ക്രൂരമായ കൊലപാതകം അത് കേരളം ഞെട്ടിത്തിരിച്ചൊരു സംഭവമാണ്. ആ കൊച്ചിനെ കാണാതെ പോയ ശേഷം രാവും പകലും കേരള ജനത ഉണർന്നിരുന്നു അതിനെ കണ്ടെത്താനുള്ള ശ്രമത്തില് ആകാംക്ഷയോടെ കാത്തിരുന്നൊക്കെ നമുക്ക് ഓർമ്മ വരുന്നുണ്ട്. ആ കുട്ടി താമസിച്ച അന്യസംസ്ഥാന തൊഴിലാളികൾ ഒന്നിച്ച് താമസിക്കുന്നതിന് അടുത്ത് താമസിച്ചിരുന്ന പ്രതി അസ്വാഖ് ആ കുട്ടിയെ സൂത്രത്തിൽ വീട്ടിൽ നിന്ന് ആ കുട്ടിക്ക് ജ്യൂസ് ഇഷ്ടമായതുകൊണ്ട് ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി. ഇത്രയും 30 വയസ്സുള്ള ഒരുത്തൻ 5 വയസ്സുകാരിയെ കൊണ്ടുപോകുന്നതിൽ ഒരു അപാകത തോന്നിയില്ല. കൂടെ ഒപ്പം ആ ഒരു പിതാവിന്റെ സ്ഥാനം പോലെ ആ കുട്ടിക്ക് തോന്നിയിട്ടുണ്ടാവും. അയാളുടെ ഒപ്പം ചാടി മറിഞ്ഞ കൊച്ചു പോയി. അതിനുശേഷമാണ് ആ ആലുവയിലെ അവിടുത്തെ മാലിന്യകുമാരത്തിന്റെ പിന്നിൽ കൊണ്ട് ആ കുട്ടിയെ ക്രൂരമായി അതിനെ പീഡിപ്പിച്ച് കൊന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കിയത് അടുത്ത ദിവസമാണ്. ഏതായാലും രാത്രി തന്നെ ആ കുട്ടിയുടെ ഡെഡ് ബോഡി കണ്ടെത്താനായിട്ട് സാധിച്ചു. എങ്കിലും അതിന് ജീവനുണ്ടായില്ല. അതിക്രൂരമായി അതിനെ പീഡിപ്പിച്ച് കൊന്നിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടത്. അസ്വാകാലത്തിന്റെ തലയ്ക്കേറ്റ പരുക്ക് അതിന് തീർച്ചയായിട്ടും അത് അറിയിക്കുന്നതാണ് എന്ന് മാത്രമേ ഇപ്പം പറയുന്നുള്ളൂ. ഏതായാലും ആ കൊച്ചിനെ കൊന്നത് ഒക്കെ നമ്മളുടെ മനസ്സിൽ കൂടെ നടന്നു ആ ഓരോ സംഭവങ്ങളും കടന്നു പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. അയാൾക്കാണ് ഇപ്പം പരിക്കേറ്റിരിക്കുന്നത് ജയിലിലെ. അയാൾ ജയിലിലും അവിടെ മറ്റു തടവുകാരുമായിട്ട് ശണ്ടയുണ്ടാക്കുകയും വഴക്കുണ്ടാക്കുകയും അയാൾ അത് വയലന്റ് ആകുകയും ചെയ്യുന്ന പതിവാണ്. എന്തായാലും അയാളുടെ കൂടെ സഹതടവുകാരനായി ഒന്നിച്ചു കിടന്ന രഹിലാൽ എന്ന് പറഞ്ഞ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണ് അയാളെ പരിക്കേൽപ്പിച്ചത്, അയാളുടെ തലയ്ക്ക് പിന്നിൽ അടിച്ചത്. എന്തായാലും അതിനെ സംബന്ധിച്ച് ഒരു കേസ് ഇപ്പം അവിടെ രജിസ്റ്റർ ചെയ്തു. ഇയാൾ വാദിയായിട്ട്, രഹിലാൽ പ്രതിയായിട്ട് ഒരു കേസാണ് രജിസ്റ്റർ ചെയ്ത്. അതിനുശേഷം ഇയാളെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് വീണ്ടും കൊണ്ടുപോയി അവിടെ ഇയാളെ
വീണ്ടും തുറുങ്കിൽ അടച്ചതായിട്ടാണ് നാം ഇപ്പം കാണുന്നത്.